പ്രാർത്ഥിക്കാം. കർത്താവേ, താങ്ക് യു ലോർഡ് ജീസസ്. അങ്ങയുടെ സന്ധിയിൽ വരുവാൻ തക്കവണ്ണം അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ വചനം എത്ര ശക്തിയേറിയതും കർത്താവ് ഇരുവായി തലയുള്ള വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതും ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാൻ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യെശയ്യാവ് 9-ാം അധ്യായം വായിക്കാം. ഞാൻ ആക്ച്വലി ഇന്നലെ ഒരു ഏത് തീരുമാനം ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ എടുക്കണം എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യെശയ്യാവ് 9-ാം അധ്യായം കർത്താവ് എന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. യെശയ്യാവ് 9-ാം അധ്യായം നമുക്ക് വായിക്കാം. അതിന്റെ ഒരു വാക്യം ഞാൻ ആദ്യമേ വായിക്കാം, പിന്നെ തിരിഞ്ഞ 1-ാം വാക്യം തൊട്ട് വരാം. 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ഞാനത് ഇംഗ്ലീഷിലും കൂടെ വായിക്കാം. 6 Isaiah 9:6. For a child will be born to us, a son will be given to us, and the government will rest on his shoulders, and his name will be called Wonderful Counselor, Mighty God, Eternal Father, Prince of Peace. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ എന്നെ വളരെയധികം കർത്താവ് എന്നെ ഒത്തിരി അധികം ശക്തിപ്പെടുത്തി. കാരണം ഈ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോയാൽ 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇത് നഫ്താലിനെയും സെബൂലൂനെയും പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ലാൻഡ് ഓഫ് 1-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിൽ മഹത്വം വരുത്തും. അപ്പം ഈ നഫ്താലിയും സെബൂലൂനും നോർത്തേൺ ഇസ്രയേലിലെ ഭാഗങ്ങളാണ്. ഈ നോർത്തേൺ ഇസ്രയേലാണ് ദൈവത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആദ്യമേ അകന്നു പോയ ഒരു ജനം. അപ്പം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവ വഴിയിൽ നമ്മൾ നിൽക്കാതെ ഇരിക്കുമ്പോൾ, ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് അതിന്റെ ശിക്ഷ വരുത്താതെ ഇരിക്കാൻ പറ്റില്ല. കാരണം ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അപ്പം അങ്ങനെ ഇരുന്ന ഒരു ജനം, അതായത് കർത്താവ് എന്റെ വഴികള് നമ്മുടെ ജീവിതത്തെ പറ്റി പേഴ്സണലൈസ് ചെയ്യുമ്പോൾ എന്റെ വഴി എന്റെ മുമ്പിൽ പലപ്പോഴും ശരിയായിരുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഈ ഇംഗ്ലീഷിൽ അതിന്റെ ഫസ്റ്റ് വേഴ്സ്, there will be no more gloom for her who was in anguish. ഇനിയും മലയാളത്തില് എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. തിമിരം, ഒരു ഗ്ലൂം, തിമിരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഗ്ലൂം എന്ന് പറഞ്ഞ ഒരു സങ്കടത്തിന്റെ അവസ്ഥ ഇനി നിൽക്കയില്ല. there will be no more gloom. ദൈവം ഇത് കോട്ട് ചെയ്ത് മത്തായിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ ഭാഗം. അപ്പം അതായത് കർത്താവ് പ്രവർത്തിച്ചത് മുഴുവൻ ഗലീല ഭാഗങ്ങളിലാണ്. ആ ഭാഗങ്ങളിലാണ് ഈ നഫ്താലിയും സെബുലൂനും ജീവിച്ചിരുന്നത്. ദൈവത്തിന്റെ മേഴ്സി നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴേ, ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെട്ടവർ പലപ്പോഴും തെറ്റിപ്പോയി സ്വന്തമായിട്ടുള്ള വഴികളിൽ നടക്കുമ്പോൾ അവർക്ക് ദൈവം അവരെ പണിഷ് ചെയ്യാതെ, അതായത് പണിഷ്മെന്റ് തന്നെ ദൈവത്തിന്റെ വഴിയിൽ നമ്മൾ നടക്കുമ്പോഴുള്ള സന്തോഷം, ആ സന്തോഷം നമുക്കില്ലാതെ സ്വന്തം വഴിയിൽ നടക്കുമ്പോഴുള്ള ആ മിസറി ആണ് ഏറ്റവും വലിയ പണിഷ്മെന്റ് ആക്ച്വലി. അപ്പം ഇവിടെ നഫ്താലിയും സെബുലൂനും അങ്ങനെ ആയിപ്പോയി. പക്ഷെ ദൈവത്തിന്റെ മേഴ്സി കണ്ടോ, ആ നഫ്താലിയിലും സെബുലൂനുമാണ് ഗലീല പ്രദേശത്തായി യേശു കർത്താവ് ശുശ്രൂഷിച്ചതും യേശു കർത്താവ് ഏറ്റവും കൂടുതൽ സൗഖ്യമാക്കിയതും സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചതും. അതുകൊണ്ടാണ് ഇവിടെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം പരിശുദ്ധാത്മാവ് പറയുന്നത്, there will be no more gloom for her who was in anguish. In earlier times he treated the land of Zebulun and the land of Naphtali with contempt, but later on he shall make it glorious by the way of the sea on the other side of Jordan, Galilee of the Gentiles. എങ്ങനെയാ ദൈവം ഇവിടെ പറയുന്നത്? എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം എൻ്റെ ഹൃദയത്തിന് സമാധാനം തോന്നി. കർത്താവെ, ഞാൻ തെറ്റിപ്പോയാൽ പോലും എൻ്റെ ദൈനംദിന ജീവിതത്തിലോ മേജർ ഡിസിഷൻസിലോ കർത്താവിനെ മഹത്വപ്പെടുത്താതെ ഞാൻ ജീവിക്കുമ്പം പോലും കർത്താവ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? എൻ്റെ മേലെ മേഴ്സി കാണിച്ചിട്ട് കർത്താവിന്റെ ലൈറ്റ് എൻ്റെ മേലെ ഷൈൻ ചെയ്യും. അന്ന് തിരിച്ച് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി എൻകറേജ്മെന്റ് ആണ്. 2-ാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കുക. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു.
നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. എത്രമാത്രം ഇത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലല്ലോ. അതായത് എന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല, എന്റെ തന്നെ കുറവുകൾ കൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയി എന്ന് ചിന്തിക്കുന്ന ജനത്തോട്, നഫ്താലിയോടും സെബൂലിനോടും കർത്താവ് പറയുക, the people who walk in darkness will see a great light. Those who live in a dark land, the light will shine on them. ഇത് മെസ്സയ്യ വരുമ്പോഴാണ്, മശീഹ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ മശീഹയുടെ റൂൾ, ഗവൺമെന്റ് വരുമ്പോൾ, people who walk in darkness ഇരിക്കുമ്പോൾ we will see a great light. Those who live in a dark land, the light will shine on them. Thou shalt multiply the nation. കർത്താവ് നമ്മൾ ആ രീതിയിൽ കർത്താവിന്റെ സന്ധിയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുമ്പോൾ, ദൈവം മൾട്ടിപ്ലൈ ചെയ്യും. Thou shall increase their gladness. They will be glad in thy presence as with the gladness of harvest, as men rejoice when they divide the spoil. കഴിഞ്ഞ 4-ാമത്തെ വാക്യം, അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും പിറകു പോലെ തീക്ക് ഇരയായി തീരും. അടുത്ത വാക്യമാണ് 6-ാമത്തെ വാക്യം. ആ വാക്യം, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഈ ഒരു വാക്യത്തിന്റെ മേലെയാണ് ഞാൻ ഇച്ചിരി സമയം ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, a child will be born to us. മശീഹയെ പറ്റിയ, a son will be given to us. ഒരു രീതിയിലും ഇതിനൊന്നും അർഹതയില്ലാതെ നഫ്താലി സെബുലൂനുമായിരുന്നു നമുക്ക് ഒരു ശിശു, ഒരു മശീഹ വരുന്നുണ്ട്. ആൻഡ് ദ ഗവൺമെന്റ് വിൽ, ഇനി ഇതിന്റെ ഓരോ വാക്കും ശ്രദ്ധിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ആൻഡ് ദ ഗവൺമെന്റ് വിൽ റെസ്റ്റ് ഓൺ ഷോൾഡേഴ്സ്. 6-ാമത്തെ വാക്യം, ആധിപത്യം അവന്റെ തോളിലിരിക്കും. എല്ലാ രീതിയിലുമുള്ള ആധിപത്യം, നമ്മുടെ ജീവിതത്തിലെ ആധിപത്യം ദൈവത്തിന്റെ തോളിലാണെങ്കിൽ എന്തൊരു അനുഗ്രഹമാ. ദൈവത്തിന്റെ ഇത് നമ്മൾ വിശ്വസിക്കണം. എന്ത് പ്രയാസത്തിൽ കൂടി നമ്മൾ ദൈനംദിനം പോയാലും ദൈവത്തിന്റെ ആധിപത്യമാണ് എന്റെ ജീവിതത്തിലുള്ളത്. ഈ നഫ്താലിനോടും സെബുലിനോടും ഒരു രീതിയിലും ദൈവത്തിനടുത്ത് വരാൻ പറ്റാത്തൊരു ഒരു ട്രൈബായിരുന്നു. പക്ഷെ കർത്താവ് അവരുടെ മേലെയാണ് ഈ ദൈവത്തിന്റെ ലൈറ്റ് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. The government will rest on shoulders. ആധിപത്യം കർത്താവിന്റെ മേലെ, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ സാഹചര്യങ്ങളുടെ മേല് ഒരിക്കലും മറക്കരുത്, ദൈവത്തിന്റെ ആധിപത്യമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നിനെ പറ്റിയും നമുക്ക് അറിയില്ല. എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് നടത്തും. അങ്ങനെ ആ ദൈവത്തിന്റെ വഴികള് നമ്മളത് വിശ്വസിച്ചാൽ നമ്മൾ ഭാഗ്യമുള്ളവർ. ആ കർത്താവിന്റെ ഓരോ പേര് ഞാൻ ചിന്തിക്കുമായിരുന്നു. 6-ാം വാക്യത്തിലും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ഞാൻ അതിന്റെ ഇംഗ്ലീഷിലൊന്ന് വായിച്ചോളെ. ഹിസ് നെയിം വിൽ ബി കോൾഡ് വണ്ടർഫുൾ കൗൺസിലർ. ഓരോ വാക്കും വണ്ടർഫുൾ. നമുക്ക് ആക്ച്വലി സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ടെസ്റ്റിമണി ആയിട്ട് പറയട്ടെ, ഓരോ ദിവസത്തിലെയും ഓരോ ജീവിതത്തിലെയും എത്ര ബ്ലെസ്സഡ് ആയിട്ട്. ഞാൻ ഇന്നലെ ഒരു കുടുംബത്തിനോട് വൈകിട്ട് സന്ധ്യയ്ക്ക് സംസാരിക്കുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു, എത്രയെല്ലാം കാര്യങ്ങൾ ആ ദിവസത്തിൽ ഉണ്ടായാലും എല്ലാ സമയത്തും അത് ഏറ്റവും എളുപ്പവും ഏറ്റവും മനോഹരവുമായിട്ട് ചെയ്യാൻ, ഏറ്റവും ബ്ലെസ്സഡ് ആയിട്ട് ചെയ്യുവാൻ, റിലാക്സ്ഡ് ആയിട്ടൊന്ന് ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്ന സഹായം ഞാനോട് പറയുമായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളുണ്ട്, പക്ഷെ എത്ര ഒരു ക്വയറ്റ് ആയിട്ട്. അപ്പൊ അതാണ് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ മേലെ. അതായത് ഞാൻ ചിന്തിക്കുമായിരുന്നു വണ്ടർഫുൾ എന്ന് പറയുമ്പോഴ് ദൈവത്തിന്റെ മഹത്വം, അതായത് ദൈവത്തിനെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ ആക്ച്വലി നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ നടക്കുമ്പോൾ, ആ 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മൾ എന്ത് ചെയ്താലും അത് സാധിക്കും. ചിലപ്പോൾ നമ്മുടെ മണ്ടത്തരം കാണും അവിടെ, പക്ഷെ അവിടെ പോലും ദൈവം അതിന്റെ മേലെ ഓവർ റൂൾ ചെയ്ത് ഒരു ബെറ്റർ കൺക്ലൂഷൻ അവിടെ കൊണ്ടുവരും, ബെറ്റർ ഗുഡ് അവിടെ കൊണ്ടുവരും. ഇതാ ദൈവത്തിന്റെ മഹത്വം. നമ്മൾ ചെയ്യുന്നതിനകത്ത് എല്ലാം ദൈവത്തിന്റെ ചെറിയ കാര്യം തൊട്ട് കുക്കിങ്ങിന്റെ കാര്യം തുടങ്ങി എന്റെ ജീവിതത്തില് 24 hours അനുഭവം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ he will be wonderful in our lives. Wonderful. Nothing happens without God's permission, and for everything God has a reason, and everything will work out for our good. നമുക്ക് ഒരു അർഹതയില്ല അതിനകത്ത്. ഇറ്റ് ഈസ് എല്ലാ ടേൺ ഓഫ് ഈവൻസും ദൈവത്തിന്റെ നടത്തിപ്പാ, ദൈവത്തിന്റെ
കൈ നമ്മുടെ മേലെ. നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ വന്നതെന്ന്. ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ പുറത്ത് ജോലിക്ക് പോകാൻ നമുക്ക് ജോലി അല്ലെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യമുണ്ട്, ചിലപ്പോൾ ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. ദൈവത്തിന്റെ പ്ലാനാ. എല്ലാം ദൈവത്തിന്റെ ആധിപത്യം. ഗവൺമെന്റ് വിൽ റെസ്റ്റ് ഓൺ ഹിസ് ഷോൾഡേഴ്സ്. ഹിസ് നെയിം വിൽ ബി കോൾഡ് വണ്ടർഫുൾ. വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ എല്ലാ സമയം കർത്താവെ വണ്ടർഫുൾ, വണ്ടർഫുൾ ആർട്ട് ദൗ എന്ന് പറയാനേ നമുക്ക് കാണുള്ളൂ. അടുത്തത് കൗൺസിലർ. കൗൺസിലർ എന്ന് പറഞ്ഞ കൗൺസിലർ, നമുക്കറിയാം കൗൺസിൽ ചെയ്യുന്ന ആള്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആള്. ഞാൻ ഓർക്കുമായിരുന്നു, എങ്ങനെയാ കർത്താവ് നമുക്ക് ചിലപ്പം എങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കണമെന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ കൗൺസിൽ നമ്മുടെ മേലെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ റെസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ വരുന്ന കാര്യത്തിനെ അന്നേരം നേരിട്ടാൽ മതി. നമ്മൾ അടുത്ത കുറെ നാളത്തേക്ക് എങ്ങനെ ആകും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ദൈവം നടത്തും. ദൈവത്തിന്റെ കൗൺസിൽ നമ്മുടെ മേലെ ഉണ്ടാവും. ദൈവത്തിന്റെ ആലോചന നമ്മുടെ മേലെ ഉണ്ടാവും. അടുത്തത് മൈറ്റി ഗോഡ്. മൈറ്റി ഗോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സാഹചര്യങ്ങളുടെ മേലെയുള്ള ദൈവം. നമുക്ക് എങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളെ ശരിയാക്കാൻ പറ്റും? എസ്പെഷ്യലി നമ്മൾ ഇതിന്റെ മണ്ടത്തിറങ്ങുന്നത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും വന്നാൽ, പക്ഷെ ഹീ ഈസ് മൈറ്റി ഗോഡ്. അതുകൊണ്ടാണല്ലോ റോമൻസ് 8:28 കറക്റ്റ് ആയിട്ടിരിക്കുന്നത്. ഫോർ ദോസ് ഹു ലവ് ഗോഡ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലണ്ടേഴ്സും ഉണ്ട് അവിടെ. കർത്താവെ എന്റെ ബ്ലണ്ടർ ആയിപ്പോയി, പക്ഷെ ഇതും കർത്താവ് അറിയാതെ അല്ല. കർത്താവെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് നമ്മളെ ദൈവസന്നിധിയിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ദൈവം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഇറ്റേണൽ ഫാദർ. ഞാൻ ഇന്നലെ വേറൊരാളോട് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടു, ദൈവം ഫാദർ ആണെന്ന്. ആക്ച്വലി എന്തൊരു കറക്റ്റാ. ഹീസ് ദി ഓൺലി വൺ ഹു ഈസ് അവർ ഇറ്റേണൽ ഫാദർ. നമ്മുടെ ഈ ലോകത്തിലെ ഫാദേഴ്സ് ചിലപ്പം കുറച്ച് സമയത്തേക്കേ നമ്മുടെ കൂടെ കാണുള്ളൂ, പക്ഷെ ഒരിക്കലും മാറാത്ത എല്ലാ ഗവൺമെന്റ്, എല്ലാ ആധിപത്യവും, എല്ലാ അതോറിറ്റിയും കയ്യിലുള്ള ഇറ്റേണൽ ഫാദർ. അടുത്തത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിൻസ് ഓഫ് പീസ്. നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ സാഹചര്യത്തിലും സമാധാനം കഴിയാൻ നമ്മൾ ആ സമാധാനം എടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് 7-ാമത്തെ വാക്യത്തില് അവന്റെ ആധിപത്യത്തിനും വർധനയ്ക്കും സമാധാനത്തിനും അവസാനം. നിങ്ങളത് വിശ്വസിക്കാമോ? നമുക്കിത് വിശ്വസിക്കാമോ? There will be no end to the increase of his government, his orchestration, his overruling over our lives, or of peace, on the throne of David and over his kingdom. ഡേവിഡിനെ പറ്റി നമുക്കറിയാം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. പക്ഷെ എത്ര പ്രാവശ്യം ഡേവിഡ് തെറ്റ് ചെയ്തു, എത്ര പ്രാവശ്യം തെറ്റിപ്പോയി, എന്തെല്ലാം സ്വന്തം ബുദ്ധിയിൽ ചെയ്തു. എന്നാൽ പോലും ഡേവിഡിന്റെ ത്രോണിന്റെ മേളില് there will be no end to the increase of God's government or of peace എന്നാ പറഞ്ഞേ. എന്തിനാ? To establish it and to uphold it with justice and righteousness from then on and forevermore. The seal of the Lord of hosts will accomplish this. ദൈവത്തിന്റെ ജീവിതത്തിന്റെ പുറത്തൊരു സീലുണ്ട്. ഞാൻ മലയാളത്തിലൂടെ വാക്യം വായിക്കട്ടെ. 7-ന്റെ അവസാനം, അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു തീക്ഷ്ണതയുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മേലെ. ഇതിനകത്ത് ഞാൻ ഏറ്റവും വായിക്കാനായിട്ട് ധ്യാനിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ കർത്താവിനോട് പ്രത്യേകം പറഞ്ഞ്, ആ മശിഹ എങ്ങനെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി വന്നു, ഇതേ കാര്യം തന്നെയാ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്താണ് ആഗ്രഹിക്കുന്നത്? അന്ധകാരത്തിലിരിക്കുന്ന ജനം ഒരു വലിയ ലൈറ്റ് കാണണം. എന്റെ ജീവിതം കൊണ്ട് ഈ ഒറ്റ ഉദ്ദേശമാ ദൈവത്തിനുള്ളൂ. ഞാൻ കർത്താവിലേക്ക് വന്നെങ്കിൽ അന്ധകാരത്തിലിരിക്കുന്നവരെ വലിച്ചെടുക്കണം. അവരുടെ പുറത്ത് ലൈറ്റ്. എങ്ങനെ മശിഹ ഗലീലയിലോട്ട് വന്നപ്പോഴ്, നസ്രയത്തിലോട്ട് വന്നപ്പോഴ് അന്ധകാരത്തിൽ നിന്ന് ലൈറ്റ് കണ്ടോ? എന്നെ ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യം ചിലപ്പോ ഒരു നഫ്താലി സെബുലൂൻ പ്രദേശമായിരിക്കും, ഒരു ഗലീല ആയിരിക്കും. പക്ഷെ അവിടെ ദൈവം, അവിടെ ഉള്ള പീപ്പിൾ ഹു വാക്ക് ഇൻ ഡാർക്ക്നെസ് ഷുഡ് സീ എ ഗ്രേറ്റ് ലൈറ്റ് ബിക്കോസ് ഓഫ് മീ. ഇത് മാത്രം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് മാത്രം നമ്മൾ ആഗ്രഹിച്ചാൽ, കർത്താവെ ഇന്നത്തെ എന്റെ സാഹചര്യം കൊണ്ട് the people who walk in darkness should see a great light. നമുക്ക് ദൈവം അങ്ങനെയുള്ളവരെ നമ്മുടെ അടുത്തോട്ട് അയക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയുമായിരുന്നു, ഞാൻ ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വരുമായിരുന്നു. ഒരു ചെറിയ പയ്യൻ എന്റെ സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് എന്നെ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു. എനിക്ക് മനസ്സിലായില്ല എന്തുവാന്ന്. എന്നിട്ട് അപ്പൊ ഞാനൊന്ന് സ്ലോ ചെയ്തു. ഞാൻ ഓർത്ത് എന്റെ കാറിന്റെ വീലിൽ വല്ലതും പങ്ക്ചർ ആയതാണോന്ന്. അത് കഴിഞ്ഞ് അവൻ എന്റെ ഓവർടേക്ക് ചെയ്ത് എന്റെ അപ്പുറത്തോട്ട് കൊണ്ട് നിർത്തി. അപ്പൊ ഞാൻ സ്ലോ ഡൗൺ ചെയ്തു. റോഡിന്റെ നടുക്കായിരുന്നു ആക്ച്വലി. ഞങ്ങളുടെ സ്വന്തം ലൈൻ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഞങ്ങളുടെ ആ പ്രദേശമായിരുന്നു. എന്നാലും ഞാനവിടെ നിർത്തി. വീതിയുള്ള റോഡുമാണ്, മെയിൻ റോഡ്. അപ്പൊ നിർത്തിയപ്പോ അവൻ എന്റെ അടുത്ത്, ഞാൻ ഗ്ലാസ് താത്തു. അപ്പൊ ഉടനെ അവൻ എന്നോട് ഒരു കാറിന്റെ ഓഫർ, പുതിയ കാറ് വാങ്ങിക്കാനുള്ള ഓഫറിന്റെ ഒരു കടലാസ് കണ്ടു. അപ്പൊ ഉടനെ ഞാനത് വാങ്ങിച്ചു.
ഞാൻ ഓർക്കുമായിരുന്നു ഇനിയും നമ്മുടെ കാർ കുറെ പണിയാവുന്നതുകൊണ്ട് കർത്താവ് അവനെ കൊണ്ടുവന്നതാണോ എന്ന് വിചാരിച്ചു അത് വാങ്ങിച്ചു അവനോട്. അപ്പൊ ഞാൻ ആ സമയത്ത് കർത്താവിനോട് ഇങ്ങനെ മനസ്സിൽ സംസാരിച്ചോണ്ടിരിക്കും, കർത്താവ് അങ്ങയുടെ ഉദ്ദേശം എന്തുവാ. അപ്പൊ എന്റെ മനസ്സിൽ ഉടനെ വന്നു, ഈ മകൻ കർത്താവിനെ അറിയണമെന്നാണ് എന്റെ ഉദ്ദേശം. വേറെ ഒരു ഉദ്ദേശം എനിക്കില്ല, ഏതെങ്കിലും ഒരു മുഖാന്തരം ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അവനോട് ഈ കോൺവെർസേഷനിൽ തന്നെ കുറെ കൂടെ എൻഗേജ് ചെയ്തു. ഇതിന്റെ റേറ്റ് എത്രയായിരിക്കും, ഇതിന്റെ പൈസ എത്രയായിരിക്കും, എങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ആന്റി നിർത്തിയത് താങ്ക്സ്, കാരണം ഞങ്ങൾക്ക് ഒരു ദിവസം ഇത്ര പേർക്ക് ഇത് ചെയ്യണം എന്നുണ്ട് എന്റെ ജോലി. അപ്പൊ ഞാൻ ഓർത്തു അവന്റെ ഒരു ജോലിയുടെ ഒരു പ്രയാസം. ഞാൻ അതെല്ലാം വാങ്ങിച്ചു. ഞാനത് ചിന്തിക്കുകയും ചെയ്തു ദൈവത്തിന്റെ പ്ലാൻ എന്തുവാന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, മോനെ നീ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ സ്ട്രേറ്റ് അവേ വെന്റ് ടു ദ ടോപ്പിക്, ബിക്കോസ് നടുറോഡ് എനിക്കറിയാം അധികം സമയമില്ലാന്ന്. അപ്പൊ അവൻ പറഞ്ഞു, ഞാനത് വായിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനകത്ത് വലിയ വിശ്വാസമൊന്നുമില്ല. എന്റെ അച്ഛൻ ഒരു ഓർത്തഡോക്സ് പള്ളിയിലാണ് പോകുന്നത്, പക്ഷെ എനിക്ക് ഇതിനകത്ത് ഒരു വിശ്വാസവും ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവ് എന്തിനാ ഈ കാറിന്റെ കാര്യം കൊണ്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നതെന്ന്. അപ്പൊ ഞാൻ നിർത്തിയിട്ട് ഒരു 2-3 വാക്കില് ഏറ്റവും ഈ അന്ധകാരത്തിലിരിക്കുന്ന ഈ പയ്യനോട് ഈ വലിയ വെളിച്ചത്തെ പറ്റി പറയാൻ ദൈവ കൃപയാലെ എന്റെ കാറിന്റെ ഗ്ലൗ ബോക്സിനകത്ത് ഞാൻ ഉടനെ നോക്കി ബൈബിൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ബൈബിൾ കൊണ്ടുപോയി വായിക്കുക നീ, എന്നിട്ട് ഞാൻ ഇന്ന പോർഷൻസ് വായിക്കാനും പറഞ്ഞു കൊടുത്തു. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ അത് ഇനി ഒരിക്കലും ജീവിതത്തിൽ ആ പയ്യനെ കണ്ടെന്ന് വരത്തില്ല. പക്ഷെ എന്നാൽ അന്ധകാരത്തിലിരിക്കുന്ന ജനത്തോട് ഈ വലിയൊരു ലൈറ്റ് കാണാനായിട്ട് ആണ് മശീഹായെ എങ്ങനെ ദൈവം ഭൂമിയിലേക്ക് വിട്ടോ അതുപോലെ നമ്മളെ ദൈവം ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ദൈവം ഈ 7-ാം വാക്യത്തിന്റെ അവസാനത്തെ വാക്യത്തില് സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത, സീൽ ഓഫ് ലോർഡ് ഓഫ് ഹോസ്റ്റ് വിൽ അക്കംപ്ലിഷ് ദിസ്. അത് തീർച്ചയായിട്ടും ദൈവം അത് അക്കംപ്ലിഷ് ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മള് ഈ ഓരോ ടേൺ ഓഫ് ഇവന്റ്സും കർത്താവെ ഇത് ദൈവം നടത്തും എന്ന് വിശ്വസിക്കണം. ലോജിക്കലായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ചെയ്യണം. അതിൽ മുമ്പോട്ട് പോകണം. നമ്മുടെ മുമ്പിലുള്ള ജോലിയും നമ്മുടെ മുമ്പിലുള്ള ഇത് ഒരിക്കലും ഓവർവെൽമിംഗ് ആയിട്ട് നമ്മൾ ചിന്തിക്കരുത്. എത്ര കാര്യം നമുക്ക് ചെയ്യാനുണ്ടെങ്കിലും ദൈവം അത് ചെയ്യാൻ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ദൈവം സഹായിക്കും. പക്ഷെ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ ഇതായിരിക്കണം, കർത്താവെ അന്ധകാരത്തിലിരിക്കുന്ന ജനത്തോട് അങ്ങയുടെ വലിയ വെളിച്ചം കാണിക്കാനായിട്ട് എന്നെ ആക്കിയിരിക്കുന്നത്. അതെന്റെ ജീവിതത്തിൽ കൂടി ഇന്നത്തെ ചെറിയ ഡിസിഷൻസിലും വരാൻ പോകുന്ന വലിയ ഡിസിഷൻസിലും എനിക്കിത് മാത്രമേ ആഗ്രഹമുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹി വിൽ ബി അവർ വണ്ടർഫുൾ കൗൺസിലർ, മൈറ്റി ഗോഡ്, പ്രിൻസ് ഓഫ് പീസ്. ഇത് എങ്ങനെ സംഭവിക്കുന്നത്? ബൈ ദ സീൽ ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ തീക്ഷണ. ഗോഡ് ഇസ് സെലസ് ഓവർ ഡൂയിങ് ദിസ് ഇൻ അവർ ലൈഫ്സ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നെ എത്ര ഈ വചനം എൻകറേജ് ചെയ്തോ ആ രീതിയിൽ നിങ്ങളെ ഓരോരുത്തരും എൻകറേജ് ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ വചനം ധ്യാനിക്കുവാനും കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ വരുവാനും അങ്ങിടയാക്കിയല്ലോ. അതിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആക്കി തീർക്കണമേ. കർത്താവെ, നഫ്താലിയും സെബുലൂനും വിചാരിച്ചു, അവർ പല പ്രാവശ്യം തെറ്റ് ചെയ്തു, അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ഇനി അവർക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോന്ന്. ആ നഫ്താലിയോടും സെബുലൂനോടും കർത്താവ് പറയുക, നീ വിഷമിക്കേണ്ട, there will be no more gloom for you. ഞാൻ നിന്നെ ഉപയോഗിക്കും. കാരണം മശീഹായെ ഞാൻ അയക്കുമ്പോൾ നിന്റെ സ്ഥലത്തായിരിക്കും മശീഹ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കർത്താവ്, ഈ വലിയ രാജാവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹോസ്റ്റ് ചെയ്യുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ രാജാവായി നിർത്തുവാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഇല്ലല്ലോ കർത്താവെ. എന്നാൽ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഈ വലിയ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിശ്വസ്തയ്ക്ക് കർത്താവെ, ഞങ്ങളെ കേട്ട ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിൽ തരുന്ന കർത്താവെ, ഈ വചനം കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള അന്ധകാരത്തിൽ കർത്താവെ, let the people in darkness see a great light, കർത്താവെ. Yes, Lord. Thank you, Lord. Thank you also, Lord, that you are a wonderful counselor. Thank you, Lord. In Jesus' name we pray. Amen. Praise the Lord.